സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള സിലബസ് 10th മാത്സിലെ ചാപ്റ്റർ 8 സോളിഡ്സ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ആയിട്ടാണ്, അഥവാ ഉയരവും ചരിവുയരവും. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. സോ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. സോ ചാപ്റ്റർ 8 സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ സെക്ഷൻ ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ആയിട്ടാണ്, അഥവാ ഉയരവും ചരിവുയരവും. സോ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ പിരമിഡ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ആ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റും സ്ലാൻഡ് ആയിട്ടാണ് നമ്മളോട് പഠിക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി നമ്മളോട് ഫസ്റ്റ് ഒരു സ്ക്വയർ പിരമിഡ് കൺസിഡർ ചെയ്യും. സോ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഈ സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ ആ സ്ക്വയർ പിരമിഡിന് 4 ട്രയാങ്കിൾസ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ഈ 4 ട്രയാങ്കിൾസ് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. അതിന്റെ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ബേസിൽ ഒരു സ്ക്വയറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസ് എന്ന് പറയുന്ന സ്ക്വയർ ആണ്. അതിന്റെ ചുറ്റും 4 ട്രയാങ്കിൾസും ഉണ്ട്. സോ ഈ ട്രയാങ്കിൾസിന്റെ ഈ പോയിന്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? എപെക്സ് അഥവാ ശീർഷം. ഇനി ഓരോ ട്രയാങ്കിൾസിന്റെ എഡ്ജസിനെ നമ്മൾ എന്താ പറയുന്നത്? ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്കുകൾ. ഇനി നമ്മൾ ഇനി സ്ക്വയറിന്റെ ബേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ബേസ് എഡ്ജിനെ നമ്മൾ എന്താ പറയുന്നത്? പാദവക്കുകൾ. സോ ഇതൊക്കെയാണ് ഒരു സ്ക്വയർ പിരമിഡ്. ഇനി നമ്മൾ ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റിനും സ്ലാൻഡ് ഹൈറ്റിനും കൺസിഡർ ചെയ്യാൻ പോവാണ്. ഒരു സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്താണ്? ഒരു ട്രയാങ്കിള്. ഇവിടെ സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ ഫേസസ് ആണ് എന്ത്? ട്രയാങ്കിൾസ്. ആ ലാറ്ററൽ ഫേസസിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു ട്രയാങ്കിളിന്റെ ബേസ് എന്ന് എപെക്സിലേക്കുള്ള ഡിസ്റ്റൻസ്, ട്രയാങ്കിളിന്റെ ബേസ് എന്ന് എപെക്സിലേക്ക് അഥവാ ശീർഷത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ബേസ് എന്ന്, സ്ക്വയർ എന്നുള്ള ബേസ് എന്ന് എപെക്സിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു സ്ക്വയർ ബേസ് സ്ക്വയർ എന്ന് എപെക്സിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്ലാൻഡ് ഹൈറ്റ് എന്താണ്? ഓരോ ലാറ്ററൽ ഫേസിന്റെ ഹൈറ്റിനെയാണ് നമ്മൾ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബേസ് എന്ന് എപെക്സിലേക്ക് അഥവാ ശീർഷത്തിലേക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഹൈറ്റും സ്ലാൻഡ് ഹൈറ്റും നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഹൈറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഓരോ ലാറ്ററൽ ഫേസിന്റെ ഹൈറ്റ് ആണ്. നമുക്ക് ഈ നെക്സ്റ്റ് ഹൈറ്റ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ടെന്റ് ഈസ് ടു ബി മെയ്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജസ് ഈക്വൽ ടു 6 cm. ഒരു ടെന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ബേസ് എഡ്ജ് അഥവാ പാദവക്ക് എന്ന് പറയുന്നത് 6 cm ആണ്. ആൻഡ് ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത് 4 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്ക്വയർ മീറ്റർ ഓഫ് ക്യാൻവാസ് ഇസ് നീഡഡ് ടു മേക്ക് ഇറ്റ്? അങ്ങനെയാണെങ്കിൽ എത്ര സ്ക്വയർ മീറ്റർ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ടെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? നമ്മളൊരു വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത് 2 വാല്യൂ ആണ്. ഒന്ന് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റും ആൻഡ് ഓൾസോ പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താ തന്നിട്ടുള്ളത്? സ്ക്വയറിന്റെ ബേസിലുള്ള സ്ക്വയറിന്റെ ബേസ് എഡ്ജിന്റെ വാല്യൂ ആണ് എന്ത്? 6 cm എന്ന് തന്നിട്ടുള്ളത്. സോ ഈ കേസിൽ നമുക്ക് എന്താ കാണേണ്ടത്? ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹൗ മെനി സ്ക്വയർ മീറ്റർ ഓഫ് ക്യാൻവാസസ് നീഡഡ് ടു മേക്ക് ഇറ്റ് എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. സോ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് വാല്യൂ വേണം? ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്തായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഈ കേസിൽ നമുക്ക് ബേസിന്റെ വാല്യൂ 6 ആണെന്ന് അറിയാം, പക്ഷെ ട്രയാങ്കിളിന്റെ ഹൈറ്റിന്റെ വാല്യൂ നമുക്ക് അറിയില്ല. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ആണ്, ദാറ്റ് ഈസ് 4 cm. സോ നമുക്കിവിടെ ഹൈറ്റ് മീൻസ് ഓരോ ലാറ്ററൽ ഫേസിന്റെ, ദാറ്റ് മീൻസ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. ദാറ്റ് മീൻസ് ഈ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ തന്നിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്ലാൻഡ് ഹൈറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഏതാ റൈറ്റ് ട്രയാങ്കിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് ഈ ഹൈറ്റും നമുക്ക് തന്നിട്ടുള്ള സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റും
ആൻഡ് ഓൾസോ പിന്നെ ഈ എം എന്നുള്ള പോയിന്റിലേക്ക്, ദാറ്റ് മീൻസ് ഈ ലാറ്ററൽ ഫേസിന്റെ സെന്റർ ആയിട്ട് നമ്മൾ എം എന്നുള്ളൊരു പോയിന്റ് എടുക്കും. എന്നിട്ട് ഈ സ്ക്വയറിന്റെ ബേസ് നമ്മൾ രണ്ട് ഡയഗണൽസ് കൺസിഡർ ചെയ്യും. ആ ഡയഗണലിന്റെ സെന്റർ എന്ന പോയിന്റിൽ നിന്ന് ഈ ബേസ് എഡ്ജിന്റെ സെന്ററിലേക്കുള്ള പോയിന്റ്, സെന്ററിലേക്ക് നമ്മളൊരു പോയിന്റ് എം കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മളുടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഫോം എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും ആ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവുക. ആൻഡ് ഓൾസോ നമ്മൾ അതിനെ എപെക്സിനെ എ എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഈ പോയിന്റിനെ നമുക്ക് സി എന്ന് വിളിക്കാം. ആൻഡ് ഓൾസോ ഇവിടെ ഈ പോയിന്റ് നമ്മൾ എം എന്ന് വിളിച്ചു. സോ ഈ വാല്യൂ, ഈ എ എം എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ആക്ച്വലി ഈ ലാറ്ററൽ ഫേസിന്റെ സ്ലാൻഡ് ആയിട്ടാണ് എന്ത് എ എം എന്ന് പറയുന്ന വാല്യൂ. സോ നമുക്കിവിടെ തന്നിട്ടുള്ള എന്താണ്? എ സി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഓൾസോ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമുക്ക് ആക്ച്വലി നമുക്ക് ഈ വാല്യൂ മാത്രം മതി. ദാറ്റ് മീൻസ് ബേസ് എഡ്ജിന്റെ പകുതി അതെന്താണ്? 6/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. കാരണം നമുക്ക് ഈ വാല്യൂ ആണ് വേണ്ടത്. ഈ സി എന്നുള്ള പോയിന്റിന്റെ എമ്മിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രം മതി നമുക്ക്. ദാറ്റ് മീൻസ് ഈ ബേസ് എഡ്ജിന്റെ പകുതി വാല്യൂ, ദാറ്റ് മീൻസ് 6/2 is equal to 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ എം ഇസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി സ്ക്വയർ പ്ലസ് സി എം സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ പ്ലസ് സി എം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 3 സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 16 പ്ലസ് 9. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് 25. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ നമുക്ക് വാല്യൂ കിട്ടി. സോ നമുക്കിവിടെ സ്ലാൻഡ് ആയിട്ട്, ദാറ്റ് മീൻസ് എ എം എസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ലാൻഡ് ആയിട്ടാണ്. അത് നമുക്ക് 5 സെന്റിമീറ്റർ എന്നാണ് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ കണ്ടത്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അത് എന്തിനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്? നമുക്കിവിടെ ഹൗ മെനി സ്ക്വയർ മീറ്റർ ഓഫ് ക്യാൻവാസ് ഇസ് യൂസ് ടു മേക്ക് ദ ടെന്റ് എന്നുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ക്യാൻവാസിന്റെ എത്ര സ്ക്വയർ മീറ്ററോട് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഓരോ ട്രയാങ്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കണം. ഈ 4 ട്രയാങ്കിളും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമ്മുടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു എന്താവും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. 1/2 ഇൻറ്റു 6 ഇൻറ്റു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാണ്? എ എം ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. സോ നമുക്കിവിടെ 5 സെന്റിമീറ്റർ കിട്ടി. ഇവിടെ 6 സെന്റിമീറ്റർ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് വാല്യൂ കിട്ടുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടി. സോ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 15 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 15 സെന്റിമീറ്റർ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 60 സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. സോ നമ്മളുടെ 60 സ്ക്വയർ മീറ്റർ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ടെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് എനി സ്ക്വയർ പിരമിഡ് ദ സ്ക്വയർ ഓഫ് ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റ് ആൻഡ് ലാറ്ററൽ എഡ്ജ് ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ്. സോ നമുക്കൊരു സ്ക്വയർ പിരമിഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ഓഫ് ഹൈറ്റ്, സ്ലാൻഡ് ഹൈറ്റും ലാറ്ററൽ എഡ്ജും ആർ ഇൻ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ഹൈറ്റിൻ്റെയും സ്ലാൻഡ് ഹൈറ്റിൻ്റെയും ലാറ്ററൽ എഡ്ജിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നൊരു അരിത്തമാറ്റിക് സീക്വൻസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഹൈറ്റ് എന്ന് പറയുന്നത് ഉയരം, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ചരിവ് ഉയരം, ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് പാർശ്വവക്കുകൾ. ഇതൊക്കെ ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണ്, ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റിൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസിന് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2, 4, 6, 8, 10 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. റീസൺ എന്താണ്? കാരണം 2 + 2 ആണ് 6, 4 + 2 ആണ് 6, 6 + 2 ആണ് 8, 8 + 2 ആണ് 10. സോ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് 2 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ഒരു കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിന് ഒരു കോമൺ ഡിഫറൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയും. സോ നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റിന്റെയും സ്ലാൻഡ് ഹൈറ്റിന്റെയും ലാറ്ററൽ എഡ്ജസിന്റെയും സ്ക്വയർ അരിത്തമാറ്റിക് സീക്വൻസിലാണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഒരു കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈറ്റിന്റെയും
സ്ലാൻഡ് ആയിട്ടിൻ്റെയും ലാറ്ററൽ എഡ്ജിൻ്റെ ഒക്കെ ഇടയിൽ ഒരു കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്നാലേ നമുക്കിത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കാണിക്കാൻ പറ്റൂ. സോ നമുക്കത് എങ്ങനെയാ നോക്കാം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഹൈറ്റ് സ്ലാൻഡ് ആയിട്ട് ലാറ്ററൽ എഡ്ജ് കൺസിഡർ ചെയ്യും. ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണ്, സ്ലാൻഡ് ആയിട്ട് എന്ന് പറയുന്നത് എൽ ആണ്, ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് ഇ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. പക്ഷെ നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിൻ്റെയൊക്കെ സ്ക്വയർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ, ഇ സ്ക്വയർ. സോ ഇതൊക്കെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് പ്രൂവ് ചെയ്യണം. സോ അരിത്തമെറ്റിക് സീക്വൻസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ, ഇ സ്ക്വയറിന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യും. എച്ച് സ്ക്വയർ നമ്മൾ അതേപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യും. ഇനി എൽ സ്ക്വയറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൽ സ്ക്വയറിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഈ സ്ലാൻഡൈറ്റിന്റെ വാല്യൂ ദാറ്റ് മീൻസ് എൽ സ്ക്വയറിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട്, സ്ലാൻഡൈറ്റ് എല്ലിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എന്താ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് പ്ലസ് ഈ ബേസ് എഡ്ജിന്റെ വാല്യൂ ബൈ 2 അതിന്റെ സ്ക്വയർ റൂട്ടാണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിവിടെ എൽ സ്ക്വയർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എങ്ങനെ മാറ്റി എഴുതി? എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. പ്രീവിയസ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത സെയിം ഇക്വേഷൻ ആണ് എന്ത്? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. നമുക്കിവിടെ ഈ സ്ലാൻഡായിട്ട് എല്ലിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റും ബേസിലുള്ള സ്ക്വയറിന്റെ ബേസ് എഡ്ജിന്റെ വാല്യൂ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഈ എൽ സ്ലാൻഡൈറ്റിന്റെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ത്? എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ലാറ്ററൽ എഡ്ജ് ഇനെയാണ്. ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ അതിനെ എങ്ങനെ മാറ്റി എഴുതി? എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. നമ്മൾ ഈ സ്ക്വയർ പിരമിഡിനെ ഓപ്പൺ ചെയ്തുള്ള ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ട്രയാങ്കിളിന്റെ എഡ്ജസിനെയാണ് നമ്മൾ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ ദാറ്റ് മീൻസ് ഇ സ്ക്വയർ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് ഇ. അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? ഈ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ നമുക്ക് പറഞ്ഞൂടെ? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് ഇ സ്ക്വയറിനെ എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ഫോമിലേക്ക് മാറ്റി എഴുതി. സോ നമുക്ക് ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ എൽ സ്ക്വയറിന് ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന ഫോമിലുള്ളതിന് ഈ വാല്യൂ കൊടുക്കാം. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ എൽ സ്ക്വയർ ഈ വാല്യൂ കൊടുക്കുമ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ഈ എ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. എൽ സ്ക്വയറിന് ഈ വാല്യൂ കൊടുത്തു. സോ നമുക്ക് കിട്ടി എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എച്ച് സ്ക്വയർ, സെക്കൻഡ് ടേം എന്താണ്? എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. തേർഡ് ടേം എന്താണ്? എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ. സോ ഫസ്റ്റ് ടേമിനോട് ഒരു എ ബൈ 2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. ഇനി ഈ സെക്കൻഡ് ടേമിനോട് ഒരു എ ബൈ 2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തേർഡ് ടേം കിട്ടി. സോ നമുക്കിവിടെ ഒരു കോമൺ ഡിഫറൻസ് എന്താണ്? എ ബൈ 2 ഹോൾ സ്ക്വയർ കിട്ടിയില്ലേ? ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ 2 ഹോൾ സ്ക്വയർ അല്ലേ? കാരണം ഫസ്റ്റ് ടേം എച്ച് സ്ക്വയർ ആണ്, അതിനോട് എ ബൈ 2 ഹോൾ സ്ക്വയർ ആഡ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. ഇനി ഈ സെക്കൻഡ് ടേം എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ഹോൾ സ്ക്വയർ കൊണ്ട് ഒരു എ ബൈ 2 ഹോൾ സ്ക്വയർ കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? തേർഡ് ടേം കിട്ടി. വിച്ച് ഇംപ്ലൈസ് എന്താണ്? ഇവിടെ കോമൺ ഡിഫറൻസ് എ ബൈ 2 ഹോൾ സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇംപ്ലൈസ് എന്താണ്? എച്ച് സ്ക്വയർ, എൽ സ്ക്വയർ, ഇ സ്ക്വയർ എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.